നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ട്ണറിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു അടിപൊളി നാടൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നാടൻ ചിക്കൻ റോസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ സ്പെഷ്യലായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ നാളികേരപ്പാലും നാളികേരം വറുത്തിട്ട് പൊടിച്ചതും ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കൻ പീസ്, എല്ലുള്ള പീസ് എങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ്, നാടൻ ചിക്കൻ റോസ്റ്റ്, അത് അടിപൊളി വെറൈറ്റി ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ കറിയിലേക്ക് നമുക്ക് ആദ്യം തന്നെ നാളികേരം വറക്കാം. അതിനായിട്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. 2 സ്പൂണ് വെളിച്ചെണ്ണ. ഇതിലേക്ക് ഒരു കൈപ്പിടിയോളം നാളികേരം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം നാളികേരം വേണ്ട, ഒരു കൈപ്പിടിയോളം നാളികേരം മതിയാവും. നാളികേരത്തിലേക്ക് നമ്മൾ 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 അല്ലിയോളം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക്, ചെറുത് നാടൻ മുളക് കേട്ടോ, ചെറിയ 3 മുളകാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് പെരിഞ്ചീരകം, അതായത് ഒരു 1/4 സ്പൂണോളം പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കണം. അപ്പോൾ നാളികേരം വറവായി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് വറവാവേണ്ടത് കേട്ടോ, കരിക്കരുത്. നമുക്ക് മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക വേണ്ടു. അധികം വെള്ളം ചേർക്കരുത്. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ഒന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇത് പൊടിച്ചെടുക്കേണ്ടതാണ്, അരയ്ക്കണ്ട. എന്ന് വെച്ചാൽ ചിക്കൻ റോസ്റ്റ് ആണല്ലോ ചെയ്യണേ. അപ്പോൾ ഗ്രേവി വേണമെന്നുള്ളവർക്ക് വെള്ളം ചേർത്താലാണ് വെള്ളം ചേർത്ത് അരയ്ക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കണ കാരണം അതിലേക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓൾറെഡി എണ്ണമയം ഉണ്ട്. അപ്പോൾ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ റോസ്റ്റ് ചെയ്യാനായിട്ട് വേറൊരു പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മസാലകളൊക്കെ ഒന്ന് വാട്ടിയെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ് അല്ല, ചതച്ചതാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3-4 പച്ചമുളകും അതുപോലെ തന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതായി ഒന്ന് നന്നായി മൂക്കണം കേട്ടോ. മുക്ക് വരുന്ന സമയത്ത് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ആ പച്ചച്ചുവ അല്ലെങ്കിൽ പച്ചമണം ഒന്ന് മാറിയാൽ മതി ആ മസാലയുടെ. ചെറുതായിട്ട് ഇതിൻ്റെ കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് സവാള, ഞാൻ 2 വലിയ സവാളയാണ് നന്നായി കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ റോസ്റ്റിലേക്ക് സവാള നല്ലോണം വേണം. അതുകൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി വഴന്ന് വരുന്ന സവാള കേട്ടോ, ചെറുതായിട്ടൊന്നും വാടിയാൽ പോരാ. അപ്പം നന്നായി വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു ഞാൻ. അപ്പോൾ നന്നായി പെട്ടെന്ന് വഴന്ന് വന്നു. ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മസാലപ്പൊടി ചേർത്ത് അത് മൂത്ത ശേഷം മാത്രമേ നമുക്ക് തക്കാളി ചേർക്കാൻ പാടുള്ളൂ. തക്കാളി ഇതിൻ്റെ ഒപ്പം ചേർക്കരുത്. അപ്പോൾ നമുക്ക് മസാലപ്പൊടിച്ചുള്ളത് ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി 2 സ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ 1.5 സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 3/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നത് കേട്ടോ. ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ആ പൊടികളൊക്കെ നന്നായി മൊരിഞ്ഞുകൊണ്ട് വരണം. എന്നാൽ നമ്മുടെ കറിയൊക്കെ നല്ല അടിപൊളിയാവുള്ളൂ. ഇപ്പോൾ ഞാൻ മസാലപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ട് വരുന്ന സമയത്ത്, അവസാനം ഇറക്കണ സമയത്ത് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ മസാലയുടെ മണം അങ്ങനെ നിൽക്കും. അപ്പോൾ ഇത് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ മാറി അടിപൊളിയായിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് അടുത്ത ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ചെറിയ തക്കാളി, 1/2 കിലോ ഇറച്ചി കാരണം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളി വേണ്ട. അപ്പോൾ ഞാൻ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി കൂടി ചേർത്ത് തക്കാളി നന്നായി വഴന്ന് വരണം. ഇപ്പം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കരുത്.
തക്കാളിയും കൂടി ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ മസാലയിൽ ഉപ്പ് വേണമല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ടേ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പം മുരിവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇനി കുറച്ച് വെള്ളം, ഒരു 1/4 ഗ്ലാസോളം ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ വേവണമല്ലോ. അപ്പോൾ ഞാൻ ചിക്കനിൽ വെള്ളം ചേർത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വെള്ളം ചേർത്തിട്ടുള്ളൂ. 1/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ടുള്ളൂ. ഇത്ര ചേർത്താൽ മതി. ഇനി ഈ വെള്ളമൊക്കെ വറ്റി ചിക്കൻ നന്നായി വേവണം. തീ വല്ലാതെ കത്തിക്കണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. അപ്പോൾ ചിക്കൻ വെന്തും കിട്ടും, വെള്ളം നന്നായി വറ്റി കിട്ടും. നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് വെന്തുണ്ട്. വെള്ളമൊക്കെ അതിൽ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നാളികേരം വറുത്തത്, ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നാളികേരം വറുത്തത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വറുത്ത് നമ്മൾ ഒരു 2 സ്പൂൺ ഞാൻ വെള്ളം ചേർത്തിട്ടാണ് അരച്ചത്. ചെറുതായി ഒന്ന് അരയാൻ വേണ്ടിയിട്ട് 2 സ്പൂണോ ചെറിയ സ്പൂണ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ മിക്സ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നന്നായിട്ട് മിക്സ് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. ഈ സമയത്ത് നാളികേരം ചേർത്ത കാരണം ഉപ്പ് ചിലപ്പോൾ കുറവ് വരാം. അതൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ നാളികേരവും ഈ ചിക്കനിലും നന്നായി പിടിക്കട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നന്നായി മൂടി വെച്ചിട്ട് വേവിക്കാം. കുറച്ചും കൂടി നാളികേരം പിടിക്കണ വരെ. അതിന് ശേഷം നമുക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നാളികേരപ്പാൽ നമ്മളൊരു ഒരു 1/4 ഗ്ലാസോളം നാളികേരപ്പാൽ കേട്ടോ. ഇത്ര മതി, കുറച്ച് വേണ്ടോ നമുക്ക്, ഇത്രത്തോളം മതി. ഒരു 1/4 ഗ്ലാസോളം നാളികേരപ്പാൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. തൻപാലാണ് ഒഴിച്ചിരിക്കുന്നത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നേരം വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അടിപൊളി കറി കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കൻ റോസ്റ്റ് വയ്ക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയൻസുകൾ കൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ എനിക്ക് ഒരു 1/2 സ്പൂണോളം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാലപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്ക് കൊടുക്കാം. വീട്ടിൽ ട്രൈ ചെയ്യാനൊന്നും മറക്കരുതേ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അതുപോലെ ഇതിൻ്റെ റെസിപ്പി എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഫാമിലിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ചോറിൻ്റെ കൂടെയും അടിപൊളിയാണ്. അതുപോലെ ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എങ്ങനെ വേണം കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്ര മതി. ഇതൊക്കെ റെഡി ആയിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് പകർത്തിയിട്ടുണ്ട്. അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം കേട്ടോ. മറക്കരുതേ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.